ഈശ്വലോൺ ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം ഇന്ന് പൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം പ്രകാരം പറയും. നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള ദൈവത്തിൻ്റെ ഹാലലിയ ഏറ്റവും ശ്രേഷ്ഠമായ ഹാലലിയ വാക്കുകളാ. ഹാലലിയ, ഇതാ ഞാൻ വാതിക്കൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഹാലലിയ ഞാൻ അവനോട് കൂടെ ചെന്ന് അവനോടുകൂടെയും അവൻ എന്നോടുകൂടെയും ഇരുന്ന് അത്താഴം കഴിക്കാം. വാക്യ പ്രകാരമാ ഞാൻ വാതിക്കൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഹാലലിയ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഹാലലിയ, സ്തോത്രം. കർത്താവിൻ്റെ മഹത്വമുള്ള നാമം ഇന്ന് പൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്രയേറെ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ദൈവം. കർത്താവ് പറയുന്നുണ്ടോ, എനിക്ക് ഹാലലിയ അതിക്രമിച്ച് കടക്കാനൊന്നും പറ്റത്തില്ല, എനിക്ക് നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഹാലലിയ അകത്ത് വരാനായിട്ട് പറ്റത്തില്ല. ഹാലലിയ ഞാനത് ആഗ്രഹിക്കുന്നില്ല. നീ ആഗ്രഹിക്കുകയാണെങ്കിൽ ഹാലലിയ എനിക്ക് സകലതും സാധ്യമാണ്, എൻ്റെ കരത്തിലൊന്നും അസാധ്യമല്ല. എന്നാൽ നിന്റെ ഹൃദയത്തിൻ്റെ ഇഷ്ടപ്രകാരം മാത്രമേ എനിക്ക് നിനക്ക് വേണ്ടി ചിലത് ചെയ്തു തരാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് നീ നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽ എനിക്ക് വേണ്ടി തുറന്നു തരുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിന്റെ ഏത് വിഷയത്തിൻ്റെ മേലായാലും എനിക്ക് പ്രവർത്തിപ്പാൻ കഴിയുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹാലലുയ ഇന്ന് പൽക്കാലം നമ്മളെ ഓർപ്പിക്കുക. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ഹാലലുയ ദൈവം ഹാലലിയ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കേട്ടോ സഹോദര. ഹാലലിയ ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ പലപ്പോഴും ചോദിച്ചില്ലേ, ഹാലലിയ ദൈവം എവിടെ? ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ കേൾക്കാതെ വണ്ണം ദൈവം ചെവി അടച്ചു വച്ചിരിക്കുകയാണോ? അതോ ഹാലലിയ ദൈവം മിണ്ടാതിരിക്കുകയാണോ? അതോ ചിലരോട് മാത്രം പക്ഷം കാണിക്കുന്ന ദൈവമാണോ എന്നൊക്കെ എൻ്റെ സഹോദര നീ ചോദിച്ചിട്ടില്ലേ? എൻ്റെ സഹോദര, ഇന്ന് പാൽക്കാലം ദൈവം നിന്നോട് പറയുക, ഹാലലിയ ഞാൻ നിന്റെ വാതിക്കൽ മുട്ടുന്നുണ്ട്, നീ നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽ എനിക്ക് വേണ്ടി ഒന്ന് തുറന്നു തരാമെങ്കിൽ ഞാൻ എൻ്റെ മഹത്വം നിനക്ക് വെളിപ്പെടുത്തി തരും. ഹാലലുയ്യ, നീ കടന്നു പോകുന്ന ഏത് മേഖലയാകട്ടെ, ഏത് വിഷയമാകട്ടെ, ഏത് പ്രതിസന്ധികളാകട്ടെ, അതിൻ്റെ മേലൊക്കെയും നിന്നെ ജയത്തോടെ നടത്തുവാൻ ഞാൻ ശക്തനാണ്. ഹാലലുയ്യ, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, നീ എന്നോടുകൂടെ ഇരുന്ന് അത്താഴം കഴിക്കുമെന്നാണ് ദൈവം പറയുന്നത്. എത്രമാത്രം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ ഓരോരുത്തരും കർത്താവ്, അല്ലേ? ഹാലലുയ്യ, അഖിലാണ്ടത്തെ ചമച്ച ദൈവം, ആഴി ഊഴി നിർമ്മിച്ച ദൈവം, ഹാലലുയ സമുദ്രത്തെ കൈക്കുമ്പിളിൽ കോരിയെടുത്ത ദൈവം, ഹാലലു ഭൂമിക്ക് അളവുനൂല് വെച്ച ദൈവം, സകലത്തെയും ഒരു വാക്കാൽ ഉളവാക്കിയ ദൈവം പറയുക, ഹാലലുയ എനിക്ക് നിന്റെ ഹൃദയത്തിൽ സ്ഥാനം വേണം, എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്, പക്ഷേ എനിക്ക് അത് നിന്റെ ഇഷ്ടപ്രകാരം മാത്രമേ എനിക്ക് നിന്നോട് പറയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നീ നിന്റെ ഹൃദയത്തെ എനിക്ക് വേണ്ടി ഒന്ന് തുറന്നു തരാമെങ്കിൽ ചിലത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുവാനായിട്ടിടയാകും. ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ മേൽ വരാൻ പോകുക. നിങ്ങൾ കർത്താവിൻ്റെ